മെയ് 5 കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടത്തുന്ന ITCCയുടെ പ്രോഗ്രാമിലെ ടോപ്പിക് ജനറേഷൻ വെൽത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ബിസിനസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കമന്റ് എനിക്ക് വന്നത്, നിങ്ങൾ ജനറേഷൻ വെൽത്തിനെ കുറിച്ച് മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ, ജനറേഷണൽ ലയബിലിറ്റിനെ കുറിച്ചും ജനറേഷണൽ ട്രോമയെ കുറിച്ചും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പല ആൾക്കാർക്കും ലൈഫിലെ ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് വരാത്തത് അവരുടെ പ്രീവിയസ് ജനറേഷനിൽ നിന്ന് കിട്ടിയ ട്രോമ കാരണമാണ്. ഈ ട്രോമ ആൻഡ് ലയബിലിറ്റി അവർ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മണി ലയബിലിറ്റി മാത്രമല്ല. പണ്ട് അവർ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള ട്രോമയും ബുദ്ധിമുട്ടും കുട്ടികളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് ചെയ്യരുത്, ഇത് ചെയ്താൽ പ്രശ്നമാവും എന്നുള്ളത്. അപ്പൊ ഈ ട്രോമയെന്ന് ഹീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു സ്ട്രോങ്ങും പവർഫുള്ളും ആയിട്ടുള്ള ബിസിനസ് പേഴ്സൺ ആവാനായിട്ട്. സോ ഞാൻ പേഴ്സണലി ITCCയിൽ വന്നപ്പോൾ എനിക്ക് വന്നൊരു ഗുണം, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ലൈക്ക് മൈൻഡഡ് ആയ പീപ്പിൾ, എല്ലാവർക്കും അവരുടേതായ വിഷൻ ഉണ്ട്, മുന്നോട്ട് പോവുകയാണ്. സോ എനിവേർ ഞാൻ എൻ്റെ കരിയറിൽ സ്റ്റക്ക് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ ഞാൻ ഒരാളെ വിളിച്ചിട്ട് ഇന്ന ഏരിയയിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ ജെന്യുവൻലി ഈ ഗ്രോ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ജെന്യുവൻലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഞാൻ ഒരിക്കലും മറ്റൊരാൾ വളർന്നാൽ എനിക്ക് ലോകത്ത് സ്പേസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. നമുക്ക് എല്ലാവർക്കും വളരാനുള്ള സ്പേസ് ഉണ്ട്. അതിനുള്ള മൈൻഡ് സെറ്റ് റെഡിയാക്കുക, അതിനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഫേസ് ചെയ്യുന്നതിന് ജനറേഷൻ ട്രോമ ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും ഇത് റിയലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം എന്താണോ അതിലേക്ക് പോകാനുള്ള വഴി നമ്മുടെ ഈ ലോകത്തുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺലി തിങ് അത് ഐഡന്റിഫൈ ചെയ്ത് റൈറ്റ് പീപ്പിൾ ആയിട്ട് നമ്മൾ റിലേഷൻഷിപ്സ് ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ജേർണി ഈസിയർ ആക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ മെയ് 5 കാണാം.